ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ന്യൂ ഇയറിന് വേണ്ടി ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ അന്ന് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോണത്. ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി, പിന്നെ വാളിലുണ്ടായിരുന്ന പേപ്പർ ഗ്രിഡും കൂടി മാറ്റി അതിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് പ്ലാന്റ് വെക്കാൻ പറ്റിയ സൈസിന് ഞാനൊന്ന് ആക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡെസ്ക് മേക്ക് ഓവറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ വാളിൽ ഒട്ടിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഹോൾഡർ. അതെടുത്തതിന് ശേഷം അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം അതിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോഴും അഴുക്കാവുന്ന ഒരു സ്പേസ് ആയിട്ടോ ആ ഒരു ഹോൾഡർ. അവിടെ ഞാൻ പെയിൻറ്റ് ബ്രഷൊക്കെയാണ് വെക്കാറ്. സ്റ്റിക്കേഴ്സും പിന്നെ ഒരു ഫെവി ഗ്ലൂ അതും വെക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തപ്പോൾ ഈ ഡെസ്കിൽ ഫുൾ അഴുക്കായി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വീണ്ടും ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഓർഗനൈസർ ഞാൻ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഓർഗനൈസറിലോട്ട് എൻ്റെ ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വെക്കുന്നുണ്ട്. പിന്നെ റിബണും അതിൽ വെക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളും എല്ലാം ഒന്ന് വെച്ചേക്കാം. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോക്സൊക്കെ വെക്കുന്നുണ്ട്, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യം സൈഡിലോട്ടാണ് ഞാൻ വെച്ചോക്കിയത്, പിന്നെ ഞാൻ നേരെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. എൻ്റെ മേളിൽ വെച്ച ആ ഒരു റാബിറ്റ് അത് ഞാൻ ഉണ്ടാക്കിയതാണ്, ക്ലേ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതായിട്ട് പ്ലാനറാണ് കേട്ടോ. പ്ലാനർ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഈ നമ്മളുടെ ഒരു ബുക്ക് വാങ്ങുക. ഒരു ബുക്ക് 100 പേജിൻ്റെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഒരു 20 രൂപയാവുള്ളൂ. അത് വാങ്ങിയതിന് ശേഷം അതിൽ A4 പേപ്പർ ഫ്രണ്ട് പേജിലും ബാക്കിലും ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഫ്രണ്ടിൽ മാത്രം ഒട്ടിച്ചോളൂ, ബാക്കിലും ഒട്ടിക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ വാട്ടർ കളർ വെച്ച് ഈ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം ഡെയിലി പ്ലാനർ എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മീഷോയിൽ ഇതേപോലത്തെ ഒരു പ്ലാനർ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ ഇതിന് വരച്ചെടുത്തത്, അതേ ഒരു ഡിസൈൻ. അതിനുശേഷം ഞാനൊരു ഇലക്ട്രിക് റോബോട്ടിനെയാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അത് തെർമോക്കോൾ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സും ഒരു പ്ലാന്റും ടൂലിപ്പ് ഫ്ലവറും വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പോക്കറ്റ് മണിയൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു പിങ്കി ബാഗും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഫൈനൽ ലുക്ക് നോക്കിയാലോ.